അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് സൂറ അൽ ഫജ്ർ 18 ആയത്തുകൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് ബാക്കി വരുന്ന ആയത്തുകൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതഖൂലൂന തുറാസ അഖ്ലൻ ലമ്മാ വതഖൂലൂന. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ഹംസ കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. ലാമിൻ്റെ കൂടെ വാവ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വതഖൂലൂന തുറാസ. താക്ക് ശബ്ദ വന്നിട്ടുണ്ട്, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. റോ ഫത്തഹ ആയതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കും. അലിഫ് മദ് കൂടെ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. സ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. പല്ലിൻ്റെ ഇടയിലൂടെ കുറച്ച് എയർ പുറത്തോട്ട് പോണ രീതിയിൽ വേണം ഉച്ചരിക്കാൻ. വതഖൂലൂന തുറാസ അഖ്ലൻ ലമ്മാ. കാഫിന് സുക്കൂനാവുമ്പോൾ കുറച്ച് എയർ പുറത്തോട്ട് പോണ സൗണ്ടിൽ വേണം ഉച്ചരിക്കാൻ. അഖ്ലൻ ലമ്മാ. ഇവിടെ ലാമിന് തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദാം ബിലാഗുനയുടെ അക്ഷരമായിട്ടുള്ള ലാമ് വന്നു. തെൻവീനിനെ ലാമിലേക്ക് ലയിപ്പിച്ചിട്ട് മണിക്കാതെ ഓതി കൊടുക്കുക കേട്ടോ. അഖ്ലൻ ലമ്മാ. മീമിന് ശബ്ദ വന്നു, നല്ലോണം മണിച്ചു കൊടുക്കുക. ഇവിടെ മദ് ഇവളാണ് വരുന്നത്. ഫതഹ തെൻവീനിൽ നിർത്തുമ്പോൾ മദ് ഇവൾ വരും. 2 കൗണ്ട് നീട്ടി നിർത്തി കൊടുക്കുക. ഓക്കെ. അഖ്ലൻ ലമ്മാ വതുഹിബ്ബൂന ലഹുബ്ബൻ ജമ്മാ. വതുഹിബ്ബൂന. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ഹ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് വരുന്നത്. വസത്തുൽ ഹൽക്കിൽ നിന്ന് സൗണ്ടിനെ ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. ബാക്കി ശബ്ദ വന്നു, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. വാവ് മദ് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വതുഹിബ്ബൂനൽ മാല. ലാം കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. ഹുബ്ബൻ ജമ്മാ. ഹ വസത്തുൽ ഹൽക്കിൽ നിന്നാണ് വരുന്നത്. സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. ബാക്ക് ശബ്ദ വന്നിട്ടുണ്ട്, ഫതഹ തെൻവീനും വന്നു. ശബ്ദ വന്നു, കനം കൊടുത്തിട്ട് ഉച്ചരിക്കുക. തെൻവീനിന് ശേഷം ഇഖ്ഫാൻ്റെ അക്ഷരമായിട്ടുള്ള ജീമ് വന്നു. തെൻവീനിനുള്ള നൂനിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. ഹുബ്ബൻ ജമ്മാ. മീമിന് ശബ്ദ വന്ന് നല്ലോണം മണിച്ചു കൊടുക്കുക. മദ് ഇവദിൽ നിർത്തുമ്പോൾ 2 കൗണ്ട് നീട്ടി നിർത്തി കൊടുക്കുക കേട്ടോ. കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്കാ. കല്ലാ ഇദാ. കാഫിന് ഉച്ചരിക്കുമ്പോൾ കുറച്ച് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ലാമിന് ശബ്ദ വന്നിട്ടുണ്ട്, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. അലിഫ് മദ് കൂടെ വന്നു. അലിഫ് മദ്ദിന് ശേഷം അടുത്ത വേർഡിലായിട്ട് ഹംസ വന്നു. മദ്ദക്ഷരവും ഹംസയും 2 വേർഡുകളിലായിട്ട് വന്നു കഴിഞ്ഞാൽ മദ് ജായിസ് മുൻഫസിലാണ്. 2 or 4 ഹർക്കത്ത് നീട്ടിപ്പാരായണം ചെയ്ത് കൊടുക്കുക കേട്ടോ. ദാലിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ദുഃഖത്തിൽ ഔ. കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ച് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ശ്രദ്ധ വന്നിട്ടുണ്ട്, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ദുഃഖത്തിൽ ഔ. ലാമ് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. റോയിനും നമ്മൾ ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഖീം ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ദക്കൻ ദക്ക. കാഫിന് ശബ്ദ വന്നിട്ടുണ്ട്, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ഫതഹ തെൻവീനാണ് കാഫിന് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇഖ്ഫാൻ്റെ അക്ഷരമായിട്ടുള്ള ദാല് വന്നു. തെൻവീനിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. ദക്കൻ ദക്ക. അവസാനത്തിൽ മദ് ഇവദിൽ നിർത്തുമ്പോൾ 2 കൗണ്ട് നീട്ടിക്കൊടുത്തിട്ട് നിർത്തുക. وجاء ربك والملك صفا صفا. وجاء ربك. ഇവിടെ വാവുച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ജീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ്ദക്ഷരവും ഹംസയും ഒരേ വേർഡിൽ തന്നെ വന്നു കഴിഞ്ഞാൽ മദ് വാജിബ് മുത്തസിലാണ്. 4 or 5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടിക്കൊടുക്കുക. റബ്ബുക. റ ഫതഹ ആയതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കും. ബാക്ക് ശബ്ദ വന്നു, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. കാഫിനെ കുറച്ച് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. വൽ മലകു. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കുക. ലാമ് അൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. വൽ മലകു സഫൻ സഫ.
സ്വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്രീം ചെയ്തിട്ട് ഉച്ചരിക്കുക. ഫാക്ക് ശബ്ദ വന്നിട്ടുണ്ട്, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ഫതഹ തെൻവീന് വന്നിട്ടുണ്ട്, ഫതഹ തെൻവീനിന് ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരമായിട്ടുള്ള സ്വാദ് വന്നു. തെൻവീനിലുള്ള നൂനിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. സ്വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്രീം ചെയ്തിട്ട് ഉച്ചരിക്കുക. അവസാനത്തിൽ മദ്യ ഇവ്വൽ നിർത്തുമ്പോൾ 2 കൗണ്ട് നീട്ടി നിർത്തി കൊടുക്കുക കേട്ടോ. وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى. വാവ് ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ജീമിൻ്റെ കൂടെ മദ് വന്നു, മദ്ദക്ഷരത്തിന് ശേഷം ഹംസയും വന്നു. മദ്ദക്ഷരവും ഹംസയും ഒരേ വേർഡിലാണ് വന്നിട്ടുള്ളത്. 4 or 5 കൗണ്ട് നിർബന്ധമായിട്ട് നീട്ടിക്കൊടുക്കണം. മദ് വാജിബ് മുത്തസിൽ. വജീഅ യൗമഇദിൻ ബിജഹന്നം. വാവ് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. യൗമഇദിൻ ബി, ഇവിടെ ദാലിന് കെസ്ര തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇഖ്ലാബിൻ്റെ അക്ഷരമായിട്ടുള്ള ബ വന്നു. തെൻവീനിനെ മീമാക്കി മാറ്റിമറിച്ചിട്ട് ഉച്ചരിക്കുക. ഉണ്ണയോടുകൂടി ഉച്ചരിക്കുക. യൗമഇദിൻ ബിജഹന്നം. നൂനിന് ശ്രദ്ധ വന്നു, നല്ലോണം മണിച്ചു കൊടുക്കുക. അക്മൽ ഉന്ന. യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ. ഇവിടെ കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് വാവിന് ഹാഫ് സുക്കൂന് കൊടുത്ത് ഇട്ട് ഉച്ചരിക്കുക. ദാലിന് കെസ്ര തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദാം ബൗന്നയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നു. തെൻവീനിനെ അടുത്ത യായിലേക്ക് ലയിപ്പിച്ചിട്ട് ഉണ്ണയോടുകൂടി ഉച്ചരിക്കട്ടെ. യൗമഇദിൻ യതദക്കറു. കാഫിന് ശ്രദ്ധ വന്നിട്ടുണ്ട്, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. റോക്ക് വമ്മയായതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കും. ലാമ് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. ഇൻസാനു. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ അക്ഷരമായിട്ടുള്ള സീന് വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. നൂനിന് ശ്രദ്ധ വന്നിട്ടുണ്ട്, നല്ലോണം മണിച്ചു കൊടുക്കുക. അലിഫ് സ്വഗീറ കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വഅന്നാ ലഹു ദിക്റാ. ദാലിന് ശ്രദ്ധ വന്നു, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. കാഫ് സുക്കൂനിലാവുമ്പോൾ കുറച്ച് എയർ പാസ് ചെയ്യുന്ന രൂപത്തിൽ ഉച്ചരിക്കുക കേട്ടോ. വഅന്നാ ലഹു ദിക്റാ. ഫതഹ ആയതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.